വ്യാഴാഴ്ച കൊല്ലത്ത് ആരംഭിക്കുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കഴിഞ്ഞകാല സമ്മേളനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വിഭാഗീയതയുടെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷമോ പശ്ചാത്തലമോ ഒന്നും ഈ സമ്മേളനത്തിലില്ല. CPM-ന്റെ കിരീടം വെക്കാത്ത രാജാവായി പിണറായി വിജയൻ ആയിരിക്കുന്ന സമയത്താണ് ഈ സമ്മേളനം ചേരുന്നത്. പക്ഷെ കേരളത്തിൻ്റെ ഭാവി വികസന നയം സംബന്ധിച്ച് ഈ സമ്മേളനം എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. ഈ സമ്മേളനത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ചില സൂചനകളെങ്കിലും ലഭിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ? അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാവുമോ LDF അല്ലെങ്കിൽ CPM തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക? പറഞ്ഞല്ലോ, കൃത്യമായ ഉത്തരം ലഭിക്കാൻ സാധ്യത കുറവാണെങ്കിലും വ്യക്തമായ ചില സൂചനകൾ ഈ സമ്മേളനത്തിൽ നിന്ന് ഇത് സംബന്ധിച്ചുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത തവണ പിണറായി വിജയൻ മത്സരിക്കാൻ ഉണ്ടാവില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ തന്നെ MLA ആയി 2 ടേം പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇക്കുറി സ്ഥാനാർത്ഥിത്വം കിട്ടാനും സാധ്യതയില്ല. ഇപ്പൊ CPM-ൽ ഇത് സംബന്ധിച്ച് 2 വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത്. പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങൾ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും 2 ഉപാധികൾ. ഒന്ന് പ്രായപരിധിയാണ്, 75 വയസ്സ്. അത് കഴിഞ്ഞവർക്ക് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് വിലക്കുണ്ട്. ചിലർക്കൊക്കെ അതിലെ ഇളവ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിലുള്ള ഇളവ് നൽകിയിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നത്. അതുപോലെ തന്നെ ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ, അദ്ദേഹത്തിന് 75 വയസ്സ് തികഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇളവ് നൽകിക്കൊണ്ട് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മണിക് സർക്കാരിനെ പരിഗണിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് നൽകി സംസ്ഥാന സമിതിയിൽ തുടരാൻ അനുമതി നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയന് നേരത്തെ പലതവണ ഈ പ്രായപരിധി സംബന്ധിച്ച ഇളവ് നൽകിയതാണ്. അദ്ദേഹത്തിന് അടുത്ത മെയ് 24-ന് 80 വയസ്സ് തികയും. ഇതിനകം 6 തവണ നിയമസഭയിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ട്. നേരത്തെ 3 തവണ കൂത്തുപറമ്പിൽ നിന്നും 1 തവണ പയ്യന്നൂരിൽ നിന്നും. ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി 2 തവണ ധർമ്മടത്ത് നിന്ന്, അങ്ങനെ മൊത്തം 6 തവണ. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രത്യേക ഇളവ് വാങ്ങി വീണ്ടും മത്സരിക്കുന്നത് ശരിയാണോ എന്നൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, 2021-ൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ 2 ടേം എന്ന വ്യവസ്ഥ തനിക്കും ബാധകമാണെന്ന് അദ്ദേഹം അന്ന് സംസ്ഥാന സമിതിയിൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് 2ാമത്തെ ടേമാണ്, തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ടേം. 2016-ലും 2021-ലും ധർമ്മടത്തു നിന്നാണ് ജയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നേക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടായ നേതൃത്വമായിരിക്കും CPM-ന്റെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുക എന്നതാണ്. അദ്ദേഹം ലേഖകനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അതിനുശേഷം അദ്ദേഹം ആവർത്തിക്കുന്നു, ഒരു കൂട്ടായ നേതൃത്വമായിരിക്കും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടാവുക. അതായത് പിണറായി വിജയൻ മാത്രമായിരിക്കില്ല, മറ്റ് നേതാക്കളിൽ ചിലർ കൂടെ ചേർന്ന ഒരു കൂട്ടായ നേതൃത്വം. കഴിഞ്ഞ തവണ ഇതായിരുന്നില്ല സ്ഥിതി. 2016-ലും 2021-ലും ഇതായിരുന്നില്ല സ്ഥിതി. പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി, ജയിച്ചാൽ ഭൂരിപക്ഷം കിട്ടിയാൽ എന്ന നിലയിൽ തന്നെയാണ് CPM തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയത്. കൂട്ടായ നേതൃത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവസാനത്തെ വാക്ക് പിണറായി വിജയൻ തന്നെയായിരുന്നു. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നയിച്ചത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വഹിച്ചത്. അതുമാത്രമല്ല, ഈ 2 ടേം എന്നത്
തുടർച്ചയായി 2 ടേമിൽ മത്സരിച്ച ആളുകളെ ഒഴിവാക്കുക എന്ന ആ വ്യവസ്ഥ വളരെ കർശനമായിട്ട് പാലിക്കാൻ CPM തയ്യാറായത് പിണറായി വിജയന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടായിരുന്നു. ആ വ്യവസ്ഥയിൽ തട്ടി പലർക്കും കഴിഞ്ഞ തവണ അവസരം നഷ്ടപ്പെട്ടു പോയതാ. നമ്മുടെ EP ജയരാജൻ, തോമസ് ഐസക്, AK ബാലൻ, അങ്ങനെ പലരും. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ CPMന് പല ക്യാപ്റ്റന്മാരായിരുന്നു എങ്കിൽ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് MV ഗോവിന്ദൻ. ഒരു കൂട്ടായ നേതൃത്വം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPMന് ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷമെങ്കിലുമായി കേരളത്തിലെ CPMൽ അവസാന വാക്ക് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. വേണമെങ്കിൽ തിരുവായിക്ക് എതിർവായില്ല എന്ന് പോലും പറയാം. അത്രയ്ക്ക് ശക്തനായിരുന്നു. അദ്ദേഹം പറയുന്നതേ പാർട്ടിയിൽ നടക്കൂ. അതായിരുന്നു അവസ്ഥ. അതാണ് അവസ്ഥ. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ പാർട്ടിയിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതാണ്ട് അവസാനത്തേതാണ്. അദ്ദേഹം തീരുമാനിക്കുന്നത് ദേശീയ തലത്തിലും നടക്കും എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ആശയപരമായ ചില പ്രശ്നങ്ങൾ അതിന് കാരണമായിട്ടുണ്ടാവും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഇത് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയല്ല CPM, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കെ 2 ടേം അല്ലെങ്കിൽ 75 വയസ്സ് അത് പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നേതാവിന് മാത്രം അതിൽ നിന്ന് തുടർച്ചയായി ഒഴിവ് നൽകുക അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അത് പിണറായിക്കും അറിയാം, പാർട്ടിക്കും അറിയാം. അത് വിമർശനങ്ങൾക്ക് കാരണമാകും എന്നും അറിയാം. അതായിരിക്കാം ഒരു കാരണം. അപ്പോൾ ഈ 2 ടേം എന്നതിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊരു കാരണമാവാം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, അദ്ദേഹം അമേരിക്കയിലും മറ്റും പോയി ഇടയ്ക്കിടയ്ക്ക് ചികിത്സ തേടാറുണ്ട്. അതുപോലെ നടക്കാൻ പ്രയാസമാണ് എന്നുള്ളത് വളരെ പ്രകടമാണ്. അപ്പോൾ ഈ ആരോഗ്യപരമായ കാര്യങ്ങളും ഇതിന്റെ കാരണമായിട്ടുണ്ടാവും. ഒരു സ്ഥാനാർത്ഥിയായിട്ടൊരു മണ്ഡലത്തിൽ മത്സരിക്കുക, ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം. അതുമാത്രമല്ല, സംസ്ഥാനത്തുടനീളം നടന്ന് ഒറ്റയ്ക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ പ്രായോഗികതയില്ലായ്മ, അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ നേതൃത്വം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിഭാരം അല്ലെങ്കിൽ പ്രയത്നഭാരം അല്പം കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒരു സംഘം ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചെടുക്കാൻ സാധിക്കും. അതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന്റെ പിന്നിലുള്ളത്. പിന്നീട് അന്നേരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഈ 1 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, അന്നത്തെ സാഹചര്യം നോക്കിയിട്ട് വേണമെങ്കിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അത് അനിവാര്യമായി വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 ടേം, 75 വയസ്സ് തുടങ്ങിയ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി G സുധാകരൻ, AK ബാലൻ, തോമസ് ഐസക്, EP ജയരാജൻ തുടങ്ങിയ ആളുകളെ പുറത്തു നിർത്തുമ്പോൾ താൻ മാത്രം വീണ്ടും വീണ്ടും ആ ഇളവ് അനുഭവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ പാർട്ടി പദവികളിൽ തുടരുന്നത് ഒരുപക്ഷെ ശരിയല്ല എന്നതും ആയിരിക്കാം ഇതിനൊരു തീരുമാനം. പക്ഷെ ഇത് പറയുമ്പോഴും അദ്ദേഹം അടുത്ത പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല. 80 വയസ്സിലേക്ക് എത്തുന്നു എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാന നേതാവ് എന്ന നിലയിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഇളവ് നൽകുമോ എന്ന് അറിയാൻ ഇനി പാർട്ടി കോൺഗ്രസ് വരെ കാത്തിരിക്കേണ്ടി വരും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തുടർച്ചയായ 2 ടേം എന്ന വ്യവസ്ഥ നിലനിൽക്കുമെന്നാണ് MV ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് മാറ്റാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹം മേൽപ്പറഞ്ഞ അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ 22ഓളം സിറ്റിംഗ് MLA-മാർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. ഇടതുമുന്നണിയുടെ കൺവീനറായ TP രാമകൃഷ്ണൻ, മന്ത്രി വീണ ജോർജ്, ശൈലജ ടീച്ചർ, സ്പീക്കർ AN ഷംസീർ ഇവരൊക്കെ ഈ പട്ടികയിൽ പെടുന്നവരാണ്. 1.5 ടേം പൂർത്തിയാക്കിയ 2 പേരുണ്ട് CPM നിയമസഭാ കക്ഷിയിൽ. ഒന്ന് വട്ടിയൂർക്കാവിനുള്ള VK പ്രശാന്തും മറ്റൊന്ന് മന്ത്രി സജി ചെറിയാൻ, ചെങ്ങന്നൂര്. ഇവർ 2 പേരും ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം നിയമസഭയിൽ കടന്നു വരുന്നത്. അവരുടെ കാര്യത്തിൽ ഒരുപക്ഷെ പാർട്ടി കുറെ കൂടെ ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് 1 ടേം കൂടി മത്സരിക്കാൻ അവസരം ലഭിക്കും. അതിനാണ് സാധ്യത. അപ്പോൾ ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കൂട്ടു നേതൃത്വത്തിൽ ആരൊക്കെയായിരിക്കും? സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രചാരണത്തെ നയിക്കാൻ MV ഗോവിന്ദൻ മാഷ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, MB രാജേഷ് മുതലായ ആളുകൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്.
കഴിഞ്ഞ ദിവസം കൊല്ലത്തെ പ്രമുഖ നേതാവ് PK ഗുരുദാസൻ അദ്ദേഹം ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ നൽകിയപ്പോൾ ഈ 3 മന്ത്രിമാരുടെ പേരാണ് പ്രത്യേകം പറഞ്ഞത്: ബാലഗോപാൽ, രാജീവ്, MP രാജേഷ്. അപ്പോൾ ഇവിടെ പാർട്ടി പ്രവർത്തകരും പാർട്ടിക്ക് പുറത്തുള്ളവരും, വേണമെങ്കിൽ കേരളം ഒട്ടാകെ എന്ന് തന്നെ പറയാം, കാത്തിരിക്കുന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിൻഗാമിയായി പലരും ഉയർത്തിക്കാട്ടുന്ന ഒരു നേതാവാണ് മുഹമ്മദ് റിയാസ്. ആദ്യമായി നിയമസഭയിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം MLA, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ചുമതല ലഭിച്ചു: ടൂറിസം, അതുപോലെ തന്നെ പൊതുമരാമത്ത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. അടുത്ത തവണ പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. റിയാസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും അതിനുശേഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും എന്തു നിലപാടെടുക്കും എന്നുള്ളത് പലരും താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. റിയാസിന് ലഭിക്കാൻ പോകുന്ന അടുത്ത പദവി എന്തായിരിക്കും? ഒരുപക്ഷെ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ കൂട്ടു നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസും ഉണ്ടാവുമോ? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളം സംബന്ധിച്ച പാർട്ടിയുടെ കാഴ്ചപ്പാട്, CPM കാഴ്ചപ്പാട് എന്ന പേരിൽ ഒരു രേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു. ഇത്തവണ നവകേരളത്തിന്റെ പുതുവഴികൾ എന്നൊരു രേഖയാണ് അദ്ദേഹം പാർട്ടി സമ്മേളനത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയെ, വികസനത്തെ മുരടിപ്പിച്ച കാലഹരണപ്പെട്ട ആശയങ്ങളും സമീപനങ്ങളും CPM ഉപേക്ഷിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതൊക്കെ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇതിന്റെ സ്വാധീനം നമ്മൾ കാണുകയുണ്ടായി. നമ്മളിപ്പോൾ ഇനി ഈ സമ്മേളനത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ തേടുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് CPM പഴയ തെറ്റുകൾ ഏറ്റുപറയാനും പഴയ തെറ്റായ നയങ്ങൾ തള്ളിപ്പറയുന്നതിനും തയ്യാറാവുക എന്നത്, അതറിയുന്നത് വളരെ കൗതുകകരമായിരിക്കും.